കൊല്ലംപരപ്പിൽ മത്സ്യബന്ധനം നടത്താനാകാതെ മത്സ്യത്തൊഴിലാളികൾ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാത്തതാണ് പ്രധാന പ്രതിസന്ധി. വിഴിഞ്ഞത്തേക്കുള്ള ഫീഡർ കപ്പലുകൾ തീരത്തോട് ചേർന്ന് സഞ്ചരിക്കുന്നതും പരപ്പിനെ ഭീതിയിലാറ്റിയിരിക്കുകയാണ്. MSC എൽസ എന്ന ചരക്കുകപ്പൽ അപകടത്തിൽപ്പെട്ട് 3 മാസം പിന്നിട്ടിട്ടും കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ വൈകുന്നത് മത്സ്യബന്ധന മേഖലയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. മത്സ്യസമ്പന്നമായ കൊല്ലം പരപ്പ് ഇന്ന് അപകട മേഖലയാണ്. ദിനംപ്രതി കണ്ടെയ്നറുകളിൽ കുടുങ്ങി മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിക്കുന്നത് മൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്നത്. ഇതിനോടകം നിരവധി ബോട്ടുകൾക്കാണ് കേടുപാട് സംഭവിച്ചത്. കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ കപ്പൽ കമ്പനി ദൗത്യസംഘത്തെ അയച്ചെങ്കിലും ഫലമുണ്ടായില്ല. ബോട്ടുകൾ കണ്ടെയ്നറുകളിലിടിച്ച് മുങ്ങിപ്പോകാൻ വരെ സാധ്യതയുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഭയപ്പെടുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലെ സംഭവിച്ചുകൊണ്ട് നഷ്ടം സംഭവിച്ചാൽ ദുർബലരായ മത്സ്യത്തൊഴിലാളികൾ ഇതുപോലെ ആത്മഹത്യ ചെയ്തിലേക്കുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോവും. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതിരിക്കാൻ ഈ നടപടിയെ ശക്തമായി ഇതുപോലെ നഷ്ടം സംഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുന്നതിനുള്ള ശക്തമായ നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കപ്പലും കണ്ടെയ്നറും അടിയന്തരമായി കടലിൽ നിന്ന് എടുത്തു മാറ്റുന്ന നടപടി ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കണ്ടെയ്നറുകളുടെ ഭീഷണി നിലനിൽക്കെ തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊല്ലം പരപ്പിലൂടെ കൊച്ചി, മംഗലാപുരം, ഗുജറാത്ത്, മുംബൈ, സിംഗപ്പൂർ, കൊളംബോ പോർട്ടുകളിൽ നിന്ന് വിഴിഞ്ഞത്തേക്കും തിരിച്ചു പോകുന്ന ഫീഡർ കപ്പലുകളുടെ എണ്ണവും ഇരട്ടിയിലധികമായി. തീരത്തോട് ചേർന്നുള്ള ഈ മേഖലയിലെ സാങ്കല്പിക കപ്പൽ ചാലിലൂടെയാണ് ചരക്ക് കപ്പലുകളുടെ യാത്ര. യാത്രാദൂരം കുറയ്ക്കാൻ സുരക്ഷിത പാത തിരഞ്ഞെടുക്കാൻ കപ്പലുകൾ തയ്യാറാവുന്നില്ല. അപകടമുണ്ടായാൽ കടലിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താതെ കടന്നു കളയുന്നതും മേഖലയെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.